ബൈബിൾ ഇല്ലാതെ എത്രയോ പേര് ജീവിച്ചു. ഇന്നും എല്ലാ ഭാഷയിലും ബൈബിളൊന്നുമില്ല. അപ്പോൾ ബൈബിൾ ഇന്നയോളം വായിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. ചില വ്യക്തികൾക്ക് ബൈബിൾ വായിക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ലാത്ത ഇതര മതസ്ഥരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റിഡംഷൻ എങ്ങനെയാണ്? അവർക്കെങ്ങനെ ഈ റിഡംഷൻ സാധ്യമാകും? അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. യഹൂദന് വേണ്ടി, ഇസ്രായേലിയർക്ക് വേണ്ടി ജീസസിനെ അയച്ചതുപോലെ ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഓരോ ജനസമൂഹത്തിന് ദൈവത്താൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകും. അറബി ദേശത്തുള്ള ജനങ്ങൾക്ക് ഈ ആത്മരക്ഷ കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി ദൈവം നൽകിയ വ്യക്തിയാണ് മുഹമ്മദ് നബി. അപ്പോൾ അറബി ദേശത്തുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ അറബികളായിട്ടുള്ള ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള സാൽവേഷൻ, റിഡംഷൻ മുഹമ്മദ് നബിയിൽ കൂടെ തന്നെയായിരുന്നു ദൈവം നൽകിയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അദ്ദേഹത്തിന് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട്? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മോശയ്ക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത്? മോശയെ തിരഞ്ഞെടുക്കാനും 10-25 ലക്ഷം എന്ന് ബൈബിൾ പറയുന്ന അത്രയും സമൂഹത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി അനോയിൻറ്റിങ് കിട്ടിയ ഒരു വ്യക്തിയാണ് മോശ എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുമ്പോൾ മോശയ്ക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് അനോയിൻറ്റിങ് ലഭിക്കാനായി? അവനൊരു കൊലപാതകിയാണ്, പെട്ടെന്ന് കോപമുണ്ടാകുന്നവനാണ്. അവൻ ഒരു ഈജിപ്തുകാരനെ ഒറ്റയടിക്ക് കൊന്നിട്ട് ഒളിച്ചു താമസിക്കുമ്പോഴാണ് ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കൊലപാതകിയായ വ്യക്തിയാണ് ദൈവം അനോയിൻറ്റിങ് കൊടുത്ത് ജനങ്ങളെ നയിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ് അവനെ ഒരാളുടെ മാത്രമല്ല കൊന്നിരിക്കുന്നത്. ആ കൽപ്പനകൾ അവൻ കയ്യിൽ വെച്ച് ആ കൽപ്പനകൾ കൊണ്ട് താഴെ വരുമ്പോൾ ജനങ്ങൾ അവിടെ മറ്റൊരു ബിംബത്തെ ഉണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടിട്ട് ലേവ്യരെടുത്ത് വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ പറഞ്ഞ് ഏകദേശം 2000-ലധികം ആൾക്കാരെ മോശ വെട്ടിക്കൊന്നു. അങ്ങനെ കൊലപാതകിയായ മോശയ്ക്ക് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിൽക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ മുഹമ്മദ് നബിക്ക് അതിനേക്കാൾ എത്രയോ അധികം. പുതിയ നിയമത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പൗലൂസ് എന്ത് യോഗ്യത കൊണ്ടാണ് അനോയിൻറ്റിങ് കിട്ടിയത്? ഉപവസിച്ചോ? 40-21 എടുത്തോ? അല്ലെങ്കിൽ കൈകൊട്ടി എവിടെയെങ്കിലും തുള്ളി ആരാധിക്കാൻ പോയോ? ഒന്നുമില്ല. കൊലപാതകിയായ പൗലൂസിനെ അധികാരപത്രവും വാങ്ങി അന്നത്തെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് കൊല്ലാനായിട്ട് സ്തേഫാനോസ് അടക്കമുള്ള വ്യക്തികളെ കൊന്ന കൊലയാളിയായ പൗലൂസിനെയാണ് ദൈവം അനോയിൻറ്റിങ് കൊടുത്ത് ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് ശുശ്രൂഷയിലേക്ക് വേർതിരിച്ചത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ കാണുന്ന ക്വാളിഫിക്കേഷൻ അല്ല ദൈവം കാണുന്ന ക്വാളിഫിക്കേഷൻ. അന്നുള്ള യഹൂദന്മാരെയും യഹൂദ മതവക്താക്കളെയും പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും നോക്കിയിട്ട് ജീസസ് പറഞ്ഞു, കപടഭക്തിക്കാരെ, നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് മുമ്പ് പാപികളും ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യത്തെ അവകാശമാക്കും. അതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. സോ നിങ്ങളുടെ ലെൻസ് അല്ല ദൈവത്തിൻ്റെ ലെൻസ്.